എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഗണിത പഠനം ഇനി മുതൽ നമുക്ക് കൂടുതൽ ലളിതവും രസകരവും ആക്കാം. മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കുന്ന ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക്സ്റ്റ് ബുക്കിലെ ഓരോ അധ്യായത്തിലെ എല്ലാ കണക്കുകളും പ്രധാനപ്പെട്ട സമവാക്യങ്ങളും വളരെ വിശദമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോവുകയാണ്. കണക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നവർക്കും കൂടുതൽ മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് 9ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ 1ാമത്തെ അധ്യായത്തിലേക്ക് കടന്നാലോ? ഒമ്പതാം ക്ലാസ്സിലെ ഗണിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സമവാക്യ ജോഡികൾ. സമവാക്യ ജോഡികൾ അല്ലെങ്കിൽ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. പെയേഴ്സ് എന്ന് പറയുമ്പോൾ ജോഡികളാണല്ലോ, ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ സമവാക്യങ്ങൾ. അപ്പോൾ സമവാക്യ ജോഡികൾ, അതായത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. ഇതാണ് നമ്മുടെ 1ാമത്തെ അധ്യായം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കടങ്കഥ ചോദിക്കാം. എൻ്റെ മനസ്സിൽ 2 സംഖ്യകളുണ്ട്. എൻ്റെ മനസ്സിൽ 2 സംഖ്യകളുണ്ട്. അവ കൂട്ടുമ്പോൾ 10ഉം കുറച്ചാൽ 2ഉം കിട്ടും. സംഖ്യകൾ പറയാമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. കുറച്ചു പേർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അതെ, 6ഉം 4ഉം ആണ് സംഖ്യകൾ. എന്തുകൊണ്ടാണ് 6ഉം 4ഉം സംഖ്യകളാവാൻ കാരണം? കാരണം 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 10. ഇവ കൂട്ടി നോക്കൂ. 6 + 4 = 10. ശരിയാണ്. 6 - 4 2. ശരിയാണ്. അപ്പോൾ നമ്മുടെ സംഖ്യകൾ 6, 4 എന്നിവയാണ്. ആറ് 4 ഇവ ചെറിയ സംഖ്യകളായതുകൊണ്ട് നമ്മൾ മനസ്സിൽ കൂട്ടി ഉത്തരം കണ്ടുപിടിച്ചു. ഇനി വലിയ സംഖ്യകളോ അല്ലെങ്കിൽ കുറച്ചുകൂടി
കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങളോ വന്നാൽ നമ്മൾ എന്തു ചെയ്യും? അവിടെയാണ് നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നത്? ബീജഗണിതം ഉപയോഗിക്കുന്നത്. വലിയ സംഖ്യകളോ അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആയ, അതായത് കൺഫ്യൂസിംഗ് ആയ ചോദ്യങ്ങളോ വന്നാൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ബീജഗണിതം അല്ലെങ്കിൽ ആൾജിബ്ര ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ 8ാം ക്ലാസ്സിൽ ഒരു ചരമുള്ള സമവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ചരമുള്ള സമവാക്യങ്ങൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എക്സ് ഒക്കെ ഇട്ട് നമ്മൾ കണക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സമവാക്യ ജോഡികളെയാണ്. അതായത് ഈ അധ്യായത്തിൽ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ രണ്ട് ചരങ്ങൾ എക്സ് വൈ ഉപയോഗിച്ച് രണ്ട് സമവാക്യങ്ങൾ ഉണ്ടാക്കി അവ എങ്ങനെ ഒരുമിച്ച് പരിഹരിക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ രണ്ട് ചരങ്ങൾ ഉപയോഗിച്ച് രണ്ട് സമവാക്യങ്ങൾ ഉണ്ടാക്കി അവ എങ്ങനെ ഒരുമിച്ച് പരിഹരിക്കാം. ഇതാണ് ഈ സമവാക്യ ജോഡികൾ എന്ന അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഓർത്തു വയ്ക്കുക. രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ രണ്ട് ചരങ്ങൾ എക്സ് വൈ എന്ന് നമുക്ക് പറയാം. എക്സ് വൈ തന്നെ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് എക്സ് വൈക്ക് പകരം വേണമെങ്കിൽ വൈ സെഡ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറിയ അക്ഷരങ്ങളാണ് സാധാരണ ചരങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറ്. രണ്ട് ചരങ്ങൾ ഉപയോഗിച്ച് രണ്ട് സമവാക്യങ്ങൾ ഉണ്ടാക്കി അവ എങ്ങനെ ഒരുമിച്ച് പരിഹരിക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ രണ്ട് ചരങ്ങൾ ഉപയോഗിക്കും, അതിനുവേണ്ടി രണ്ട് സമവാക്യങ്ങൾ ഉണ്ടാക്കും. അതാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കടങ്കഥ ചോദ്യം രണ്ട് സമവാക്യങ്ങൾ ഉണ്ടാക്കി എങ്ങനെ കണ്ടെത്താം അത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആ കടങ്കഥ ഒന്നുകൂടി
ഇവിടേക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കടങ്കഥയെ ഒന്ന് കോപ്പി ചെയ്യട്ടെ. എന്നിട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കടങ്കഥ 2 സമവാക്യങ്ങൾ ഉണ്ടാക്കി എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഓക്കെ. നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇവിടെ 2 സംഖ്യകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ വലിയ സംഖ്യ x ആണ് എന്ന് വിചാരിക്കുക. വലിയ സംഖ്യ x എന്ന് വിചാരിക്കുക. ചെറിയ സംഖ്യ y എന്ന് വിചാരിക്കാം. ഓക്കെ. ഇനി ചോദ്യത്തിലെ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കൂ. 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 10. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതാൻ പോവുകയാണ്? ഇവ തമ്മിൽ കൂട്ടാൻ പോവുകയാണ്. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ എന്താണ് കിട്ടുന്നത്? x കൂട്ടണം y സമം 10. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. അത് ഇങ്ങനെ എഴുതാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? അവ കുറച്ചാൽ 2 കിട്ടും. അതായത് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചാൽ 2 കിട്ടും. വലുത് x ആണ്. അതിൽ നിന്നും ചെറിയ സംഖ്യ y കുറച്ചാൽ നമുക്ക് 2 കിട്ടും. അത് രണ്ടാമത്തെ സമവാക്യം. ഓക്കെ. ഇനി ഈ സമവാക്യം 1ഉം സമവാക്യം 2ഉം കൂടി കൂട്ടി നോക്കൂ. സമവാക്യം 1 കൂട്ടണം സമവാക്യം 2. 2 സമവാക്യങ്ങൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇടതുവശത്തെ ഇടതുവശം കൊണ്ടും വലതുവശത്തെ വലതുവശം കൊണ്ടും കൂട്ടുക. അപ്പോൾ ഇവിടെ എക്സും എക്സും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 2x ആണ്. x എന്ന് പറഞ്ഞാൽ ഒരു x ആണ്. ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ 1 1 2x. ഇനി പ്ലസ് വൈയും മൈനസ് വൈയും കൂട്ടുകയാണ്. അപ്പോൾ പ്ലസ് 1ഉം മൈനസ് 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയിരിക്കുമെന്ന് നമുക്ക് അറിയാം. പ്ലസ് 1 കൂട്ടണം മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. ഓക്കെ. സമം 10 + 2 12. 2x എന്ന് പറഞ്ഞാൽ 2 × x സമം 12. അപ്പോൾ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 × x ആണ്. അപ്പോൾ വലതുവശത്തേക്ക് പോകുമ്പോൾ അത് ഹരണമായിട്ട് മാറും. അപ്പോൾ x = 12/2. അതായത് 12/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. ഓക്കെ. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് y കണ്ടുപിടിക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ വാല്യൂ 6 ആണ്. ആ 6 ഒന്നാമത്തെ സമവാക്യത്തിൽ ഇട്ട് നോക്കൂ. ഇവിടെ ഞാൻ 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 6 + y = 10 എന്ന് കിട്ടും. അതായത് x = 6 എന്ന് സമവാക്യം 1ൽ ഇട്ടാൽ എന്ത് കിട്ടും? 6 + y = 10. ഇതിൽ നിന്നും y സമം ഇവിടെ 6 എന്ന് പറഞ്ഞാൽ +6 ആണ്. അത് അങ്ങോട്ട് പോകുമ്പോൾ -6 ആവും. അപ്പം നമുക്ക് എന്ത് കിട്ടും? y = 4 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? സംഖ്യകൾ 6ഉം 4ഉം ആണ്.
ഓക്കെ, വലിയ സംഖ്യ 6ഉം ചെറിയ സംഖ്യ 4ഉമാണ്. ഇത് ശരിയാണോ എന്ന് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അതായത് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഈ രണ്ട് സംഖ്യകൾ കൂട്ടി നോക്കുക. ഈ രണ്ടും കൂട്ടി നോക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? 6 + 4 10 കിട്ടും. 6 - 4 2 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ 10 ശരിയാണ്, കുറച്ചാൽ 2. അപ്പോൾ നമ്മുടെ രണ്ട് കണ്ടീഷൻസും ശരിയാണ്. അപ്പോൾ രണ്ട് കണ്ടീഷനും ശരിയാവുന്ന രീതിയിൽ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സംഖ്യകൾ 6ഉം 4ഉമാണ്. ഇവിടെ രണ്ട് സമവാക്യങ്ങളുണ്ട്. x + y = 10, x - y = 2. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കൂ. രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ, അതായത് കൂട്ടുമ്പോൾ 10ഉം കുറയ്ക്കുമ്പോൾ 2ഉം, അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ രണ്ട് ചരങ്ങൾ എക്സ് വൈ ഉപയോഗിച്ച് രണ്ട് സമവാക്യങ്ങൾ ഉണ്ടാക്കി. x + y = 10 ഒരു സമവാക്യം, x - y = 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സമവാക്യം. ഓക്കെ, അവ എങ്ങനെ ഒരുമിച്ച് പരിഹരിക്കാം? ഇതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. അതിനുള്ള ഒരു ഉദാഹരണം ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു. ഇത് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കണക്ക് വരുന്ന സമയത്ത് രണ്ട് സമവാക്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. രണ്ട് സമവാക്യങ്ങൾ എഴുതുന്നു, അത് സോൾവ് ചെയ്യുന്നു, എന്നിട്ട് എക്സും വൈയും കണ്ടുപിടിക്കുന്നു. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം ശരിയാണോ എന്ന് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. അതിനുവേണ്ടി എക്സിൻ്റെയും വൈയുടെയും വിലകൾ ഒന്നാമത്തെ സമവാക്യത്തിൽ കൊടുത്തു നോക്കുക. അതേപോലെ രണ്ടാമത്തെ സമവാക്യത്തിലും കൊടുത്തു നോക്കുക. രണ്ടും ശരിയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം, അതായത് നമ്മുടെ ഉത്തരം ശരിയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ സമവാക്യ ജോഡികളുടെ ഒരു നിർവചനം പറയാം. സ്പീഡ് കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. സ്പീഡ് കൂടുതലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ശരിയാക്കാം. ഓക്കെ, ഇനി നമ്മൾ സമവാക്യ ജോഡികൾ, അതിൻ്റെ നിർവചനമാണ് പറയാൻ പോകുന്നത്. ഞാനിവിടെ എഴുതിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടി എഴുതിയെടുക്കാവുന്ന രീതിയിലാണ് ഞാനിത് ഇവിടെ എഴുതുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സമവാക്യ ജോഡികൾ, അതിൻ്റെ നിർവചനം: രണ്ട് അജ്ഞാത സംഖ്യകൾ അടങ്ങിയ രണ്ട് വ്യത്യസ്ത നിബന്ധനകളെ രണ്ട് ചരങ്ങൾ എക്സ് വൈ ഉപയോഗിച്ച് രണ്ട് രേഖീയ സമവാക്യങ്ങൾ ആക്കി ഒന്നിച്ച് എഴുതുന്നതിനെയാണ് സമവാക്യ ജോഡികൾ എന്ന് വിളിക്കുന്നത്.
ഓക്കെ, രണ്ട് അജ്ഞാത സംഖ്യകൾ അടങ്ങിയിട്ടുള്ള രണ്ട് വ്യത്യസ്ത നിബന്ധനകളെ രണ്ട് ചരങ്ങൾ എക്സ് വൈ ഉപയോഗിച്ച്, എക്സും വൈ തന്നെ ആവണമെന്നില്ല, ഞാൻ ഉദാഹരണം തന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സെഡ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പി ക്യു, ചെറിയ അക്ഷരങ്ങളാണ് സാധാരണ ഉപയോഗിക്കുക. സാധാരണ രീതിയിൽ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരങ്ങളാണ് ചരങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് അജ്ഞാത സംഖ്യകൾ അടങ്ങിയ രണ്ട് വ്യത്യസ്ത നിബന്ധനകളെ രണ്ട് ചരങ്ങൾ എക്സ് വൈ ഉപയോഗിച്ച് രണ്ട് രേഖീയ സമവാക്യങ്ങളാക്കി ഒന്നിച്ച് എഴുതുന്നതിനെയാണ് സമവാക്യ ജോഡികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഉദാഹരണത്തിൽ എക്സ് പ്ലസ് വൈ സമം 10, എക്സ് മൈനസ് വൈ സമം 2. ഇവിടെ രണ്ട് അജ്ഞാത സംഖ്യകൾ, എക്സും വൈയും ആണ് ഇവിടുത്തെ അജ്ഞാത സംഖ്യകൾ. രണ്ട് നിബന്ധനകളാണ് ഉണ്ടായിരുന്നത്. രണ്ടും കൂട്ടുമ്പോൾ 10, രണ്ടും വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ 2. അതാണ് രണ്ട് നിബന്ധനകൾ. പിന്നെ രണ്ട് ചരങ്ങൾ നമ്മൾ ഉപയോഗിച്ചു, എക്സ് വൈ. എന്നിട്ട് ഇത് രണ്ട് രേഖീയ സമവാക്യങ്ങളാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം 10, എക്സ് മൈനസ് വൈ സമം 2. ഇവ എന്താണ്? രേഖീയ സമവാക്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇതിന് രേഖീയ സമവാക്യം എന്ന് പറയാൻ കാരണം എക്സിൻ്റെ വർഗം എത്രയാണ്? 1 ആണ്. വൈയുടെ വർഗം 1 ആണ്. ഓക്കെ, അതായത് വെറും എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് എക്സ് ഘാതം 1 അല്ലെങ്കിൽ എക്സ് പവർ 1 നിങ്ങളെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വൈ എന്ന് പറഞ്ഞാൽ വൈ ഘാതം 1 എന്നാണ്. ഇപ്പോൾ ഇവിടെ എക്സ് ഗുണിക്കണം എക്സ് ഗുണം എക്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് സ്ക്വയർ എന്നായിട്ട് എഴുതാൻ പറ്റും, എക്സ് ഘാതം 2 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് രേഖീയമായിരിക്കില്ല. രേഖീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വർഗം എത്രയായിരിക്കും? വർഗമല്ല, സോറി, അതന്നെ, എക്സ് ഘാതം 1. ഓക്കെ, എക്സ് ഘാതം 1, വൈ ഘാതം 1 അങ്ങനെയായിരിക്കും. എക്സിൻ്റെ പവർ 1 ആയിരിക്കണം, വൈയുടെ പവറും 1 ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സമവാക്യങ്ങളാണ് രേഖീയ സമവാക്യങ്ങൾ. ഓക്കെ, അത് ഒരുമിച്ച് എഴുതുന്നതിനെയാണ് സമവാക്യ ജോഡികൾ എന്ന് പറയുന്നത്. വർഗം എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ് കേട്ടോ. എക്സിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് വർഗം. ഇത് എക്സിൻ്റെ പവർ എന്നാണ് നമ്മൾ സാധാരണ പറയുക, എക്സ്പൊണൻഷ്യൽ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഘാതം, എക്സ് ഘാതം എന്നാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ സമം 10, എക്സ് മൈനസ് വൈ സമം 2. ഇത് രണ്ടുമാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലെ രണ്ട് സമവാക്യങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സമവാക്യ ജോഡികളുടെ നിർവചനം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണമുണ്ടല്ലോ, അതുപോലെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തരാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ പാഠഭാഗത്തിലെ ഒന്നാമത്തെ കണക്ക് മുതൽ ചെയ്തു തുടങ്ങുന്നതായിരിക്കും. കാരണം ഞാൻ അരമണിക്കൂർ വീഡിയോ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം തരാം, അത് ചെയ്ത് നോക്കുക. അപ്പോൾ ചോദ്യം എഴുതിക്കോളൂ. രണ്ട് സംഖ്യകളുടെ തുക 26-ഉം
വ്യത്യാസം 4 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.